ഒരു മനുഷ്യൻ വളരെയധികം ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് വേദനാഹാരികൾ കഴിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ പലതാണ്. നമുക്ക് നമ്മുടെ വൃക്കകൾ അല്ലെങ്കിൽ ലിവർ ഇങ്ങനെയുള്ള പല അവയവങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വേദനാഹാരികൾ നമ്മുടെ ഓവർ ദ കൗണ്ടർ ഫാർമസിയിൽ നമുക്ക് ലഭ്യമാണ്. പലതരത്തിലുള്ള വേദനകൾ നമ്മുടെ ശരീരത്ത് നടുവേദന, മുട്ടുവേദന, എല്ലാ സന്ധികളുടെയും വേദനകൾ, തലവേദന, ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. അവയവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിക്കുവാനും ചികിത്സ നേടുവാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വേദന. ഏത് വേദനയാണെങ്കിലും അത് തുടക്കത്തിൽ തന്നെ അത് ചികിത്സിച്ച് ശരിയായ രീതിയിൽ ചികിത്സിച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ടിഷ എൻ ബാബു, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, ലൂട്സ് ഹോസ്പിറ്റൽ. വേദന ഒരു മനുഷ്യൻ വളരെയധികം ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു രോഗത്തേക്കാൾ കൂടുതൽ പലപ്പോഴും വേദനയാണ് നമ്മൾ ഭയപ്പെടുന്നത്. എന്നാൽ ഒരു രോഗം ചികിത്സിക്കുന്നതിൻ്റെ തീവ്രതയുടെ ഇടയിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒന്നാണ് ഈ വേദന. നമുക്കറിയാം, പലതരത്തിലുള്ള വേദനകൾ നമ്മുടെ ശരീരത്ത് നടുവേദന, മുട്ടുവേദന, എല്ലാ സന്ധികളുടെയും വേദനകൾ, തലവേദന, ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ അവയെ അവഗണിക്കുന്നു. ചെറിയ വേദനാഹാരികൾ കഴിച്ച് അത് ഒതുക്കാൻ നോക്കുന്നു. കാലക്രമേണ അതിൻ്റെ തീവ്രത കൂടിക്കൂടി വന്നിട്ട് നമ്മുടെ ജീവിതം തന്നെ ഒരു വ്യത്യാസപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻ്റ്, 35 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ്, ലോഡിങ് ജോലി ചെയ്യുന്ന ഒരു യുവാവാണ്. നടന്നു വരുമ്പോൾ തന്നെ നമുക്കറിയാം, വളരെ വേച്ചാണ് കയറി വരുന്നത്. വന്ന് ഇരിക്കാൻ പറ്റുന്നില്ല, കസേരയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് കാല് നീട്ടി വെച്ചാണ് ഇരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു 8-9 മാസമായിട്ട് പുള്ളി ഈ ഒരു രീതിയിലാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഡോക്ടറെ, എനിക്കൊന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു സൈഡ് ചേർന്നൊന്ന് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും മാത്രം മതി, എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ, ഇങ്ങനെയാണ് ആ രോഗി പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ ഇത് തുടക്കം ഒരു വെയിറ്റുള്ള സാധനം എടുത്തതിൽ നിന്നും പെട്ടെന്ന് ഒന്ന് ഉളുക്കി പിടിച്ചു എന്നാണ് പുള്ളി പറഞ്ഞത്. എന്നാൽ അത് ആ സമയത്ത് ഒബ്വിയസ്ലി അത് അവഗണിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേദന കൂടിക്കൊണ്ടിരുന്നു. പല ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു, അന്യ സംസ്ഥാനങ്ങളിൽ പോയി ആയുർവേദം അതുപോലെയുള്ള മറ്റ് ചികിത്സാ രീതികളും സ്വീകരിച്ചു. ഇതൊന്നും നടക്കാതെ വന്ന് അവസാനം എത്തിയതാണ് ഇവിടെ. നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അന്ന് വെയിറ്റ് എടുത്തപ്പോൾ ഒരു ചെറിയ ഉളുക്കിപ്പിടുത്തം ഉണ്ടായത് പതിയെ അത് മറ്റു പേശികളിലേക്ക് പടരാൻ തുടങ്ങി. നമ്മുടെ പുറം ഭാഗത്തുണ്ടാകുന്ന ഒരു ഉളുക്ക് അത് പതുക്കെ ഹിപ്പ് ജോയിൻറ്റിലേക്കായി, അവിടെ നിന്ന് പേശികളുടെ പിടുത്തമായി അത് കൂടുതൽ തീവ്രതയിലേക്ക് അത് പോയി. അപ്പം പലപ്പോഴും അതൊരു തെറ്റിദ്ധാരണ, അതായത് നമ്മൾ മരുന്ന് കഴിച്ചാൽ അത് ആ സമയത്ത് ഒബ്വിയസ്ലി വേദനാഹാരികൾ കഴിച്ചത് മാറാൻ ശ്രമിച്ചു കാണും എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് അവിടെ മിസ്സായിരിക്കുന്നു. അപ്പോഴത്തേക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ട് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആണ് ഈ രോഗി അടുത്തെത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്കും കാണാൻ പറ്റിയത് ഈ ജോയിൻറ്റ്സ് അല്ലെങ്കിൽ പേശികൾ, പിടിച്ചു കിടക്കുന്ന പേശികൾ, ഇതിനെ ഒന്നൊന്നായിട്ട് നമുക്ക് അതിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം നൽകിയാണ് നടത്തി പുള്ളി ബൈക്ക് ഓടിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഒരു 2 ആഴ്ച കൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് സ്കെഡ്യൂളിലാണ് നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് വേദനാഹാരികൾ കഴിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ പലതാണ്. നമുക്ക് നമ്മുടെ വൃക്കകൾ അല്ലെങ്കിൽ ലിവർ ഇങ്ങനെയുള്ള പല അവയവങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വേദനാഹാരികൾ നമ്മുടെ ഓവർ ദ കൗണ്ടർ ഫാർമസിയിൽ നമുക്ക് ലഭ്യമാണ്. അപ്പം ഇത്തരം രോഗികൾ ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഇന്ന് ഇത്തരം വേദനാഹാരികൾ കഴിച്ചിട്ട് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിന്ന് കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ മെഡിക്കൽ രംഗത്ത് വളരെ ആധുനികമായ രീതിയിൽ വേദന അതിൻ്റെ പരിഹാര മാർഗങ്ങൾ, ചികിത്സാ രീതികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം അതിന് ഇന്ന് നമ്മൾ ഊന്നൽ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം പല സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും
ആ പല സർജറി ഇല്ലാതെ തന്നെയും പലപ്പോഴും നമുക്ക് വേദന അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ പറയും അക്യൂട്ട് പെയിൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ക്ഷതം ഉണ്ടായാൽ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിക്കുവാനും ചികിത്സ നേടുവാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വേദന പലപ്പോഴും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വേദന ഒരു നല്ല കാര്യമാണ്. അതില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനെ ശ്രദ്ധിച്ചെന്ന് വരില്ല. എന്നാൽ നമ്മൾ ആ രോഗം ചികിത്സിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ചികിത്സ തുടങ്ങിയതിന് ശേഷം പിന്നെ ആ വേദന അനുഭവിക്കുക എന്നുള്ളത് ആവശ്യമല്ല. അത് നമ്മളിന്ന് പറയുന്നത് 3 മാസത്തിൽ കൂടുതൽ, ഇന്നത് ചുരുങ്ങി 2-3 ആഴ്ചയാണ് പറയുന്നത്, അതിൽ കൂടുതൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ അക്യൂട്ട് പെയിൻ അല്ലെങ്കിൽ തീവ്രമായ വേദന മാറി അത് മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതായത് ക്രോണിക് പെയിൻ എന്നൊരു പ്രതിഭാസത്തിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ക്രോണിക് പെയിൻ എന്ന് പറയുമ്പോൾ അത് ചികിത്സിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ പറയും ചെറിയൊരു സൂചി കൊണ്ട് എടുക്കുന്നത് വലിയൊരു തുമ്പ കൊണ്ട് എടുക്കേണ്ട രീതിയിലേക്ക് പോകുന്നു. ക്രോണിക് പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പലർക്കും അറിയാം, നമ്മുടെ വീടുകളിൽ തന്നെ പല അമ്മമാരും നടുവേദന, മുട്ടുവേദന ഇതൊക്കെ കാരണം സഹിച്ചുകൊണ്ടിരിക്കുന്നു. കാലക്രമേണ നമുക്കറിയാം അവരുടെ വേദനകൾ കൂടിക്കൊണ്ടിരിക്കും. അവർക്ക് അമർഷം, നിരാശ അല്ലെങ്കിൽ ഇത്തരം നമുക്ക് മാനസികമായ പ്രശ്നങ്ങൾ അതിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ ഇന്ന് മെഡിക്കൽ ഭാഷയിൽ ക്രോണിക് പെയിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. പലപ്പോഴും രോഗികൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവസാനം പറയുന്നത്, ഡോക്ടറെ എൻ്റെ വേദന ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ്. സത്യമാണ്. ബന്ധുക്കൾ പോലും അല്ലെ അടുത്ത നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർക്ക് പോലും അത് മനസ്സിലാവാത്ത രീതിയിലേക്ക് ഇതിനകത്ത് എന്താണ് ഇത്ര വേദന എന്ന് തോന്നുന്ന ഒരു രീതിയിലേക്ക് അത് മാറും. അതെന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഞരമ്പുകൾ, വേദന കൊണ്ടുപോകുന്ന ഞരമ്പുകൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ചെന്ന് ആ മെസ്സേജ് കൊടുക്കും. അത് തിരികെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഇത് കുറേ നാൾ അനുഭവിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഡിസോർഡറാണ് നടക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നൽസ് മാറാൻ തുടങ്ങുന്നു. ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ പോലും അത് വലിയ വേദനയായിട്ട് അത് പ്രതിഫലിക്കുന്നു. ഇത് പലപ്പോഴും രോഗി അറിയുന്നില്ല, കൂടെയുള്ളവർ അറിയുന്നില്ല. അങ്ങനെ ഒരു തലത്തിലേക്ക് അത് മാറുമ്പോഴത്തേക്ക് അത് ക്രോണിക് പെയിൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ഇതുകൊണ്ടാണ് ഏത് വേദനയാണെങ്കിലും അത് തുടക്കത്തിൽ തന്നെ അത് ശരിയായ രീതിയിൽ ചികിത്സിച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണെന്ന് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് എന്ന ഒരു മേഖല തന്നെ, ഒരു ബ്രാഞ്ച് തന്നെ പെയിൻ മെഡിസിൻ ഉണ്ട്. അതായത് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിയുന്നതും വേദനഹാരികൾ അവോയ്ഡ് ചെയ്യാൻ, അതായത് കഴിക്കുന്ന അല്ലെങ്കിൽ വൃക്കകൾക്കൊക്കെ തകരാറുണ്ടാക്കുന്ന പെയിൻ കില്ലേഴ്സ് അവ കഴിയുന്നതും അവോയ്ഡ് ചെയ്തിട്ട് വേദന ഉണ്ടാക്കുന്ന ഭാഗം അല്ലെങ്കിൽ ആ ഞരമ്പുകൾ കണ്ടുപിടിച്ച് അവിടേക്ക് നമ്മൾ നമ്മുടെ ചികിത്സ ടാർഗറ്റ് ചെയ്യുന്നു, ഫോക്കസ് ചെയ്തിട്ട് ആ പെയിൻ ജനറേറ്റർ എന്ന് പറയും, വേദന ഉണ്ടാക്കുന്ന ആ ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ ചികിത്സ നൽകുന്നു. ഇതിനാണ് ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വേദനയുടെ ട്രീറ്റ്മെൻറ്റ് ഇന്ന് പല രീതിയിലുണ്ട്. മരുന്നുകൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ചില സമയത്ത് സർജറി, ഇതെല്ലാം അതിന് ചികിത്സാ രീതിയിൽ വരുന്നതാണ്. എന്നാൽ പലപ്പോഴും ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് വളരെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്യാവുന്ന രീതികളുമുണ്ട്. ഇതിനെപ്പറ്റി വളരെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള അറിവ് രോഗികളുടെ ഇടയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ കുറവാണ്. അതിനെപ്പറ്റിയുള്ള അറിവ് മറ്റ് രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്തി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് വളരെ സർവ്വസാധാരണമായി നമ്മൾ കാണുന്നു. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം ട്രീറ്റ്മെൻറ്റുകളിൽ ബ്ലൈൻഡായിട്ട്, അതായത് കാണാതെ ഒരു ഇഞ്ചെക്ഷൻസും കൊടുക്കുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മൾ വേദനയുള്ള ഭാഗം കണ്ടുപിടിച്ച് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എക്സ്റേ കിരണങ്ങൾ ഉപയോഗിച്ചാണ് ആ വേദനയുള്ള ഭാഗങ്ങൾ കാണുകയും അതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് മരുന്ന് നൽകുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും ഉണ്ടാകുന്ന ആ സൈഡ് എഫക്ട്സിൽ വളരെയധികം നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഈ മരുന്നുകൾ ആ കൃത്യമായിട്ടുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് കൊടുക്കുന്നതിൽ നിന്ന് ആ ഡോസേജ് നമുക്ക് വളരെ കുറയ്ക്കാം. ഇത്തരം ഗുണങ്ങൾ ഇത്തരം ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഇതിനെപ്പറ്റി ചെയ്യുന്ന കുറേ വിദഗ്ധന്മാരുണ്ട്. ഇത്തരം ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. ഇത് പാലിയേറ്റീവ് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇത് വ്യത്യാസമുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മേഖലയാണ്.
ഇന്ന് ടൗണുകളിലും സിറ്റികളിലും ഒക്കെ ഇത്തരം ഡോക്ടേഴ്സ് ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത്, എവിടെ നമ്മൾക്ക് വേദന തോന്നുന്നുവോ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. വെറുതെ പെയിൻ കില്ലേഴ്സ് കഴിക്കരുത്. തീർച്ചയായിട്ടും അതിൻ്റെ ഡോക്ടറിനെ കാണുക, അതിൻ്റേതായ ചികിത്സ സ്വീകരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഇത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് തരം വേദനയാണെങ്കിലും അത് ജസ്റ്റ് പെയിൻ കില്ലേഴ്സ് കഴിച്ച് അത് മാറ്റാൻ ശ്രമിക്കരുത്. അത് തീർച്ചയായിട്ടും 1-2 ദിവസം കഴിച്ചത് കംപ്ലീറ്റ് മാറിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഴപ്പമില്ല. പക്ഷേ എന്നാൽ അതിൽ കൂടുതൽ പോകുന്നു, ഒരാഴ്ചയിൽ കൂടുതൽ വേദന ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ചികിത്സ നമ്മൾ തേടണം. അതുപോലെ മറ്റൊരു ദിവസം വന്ന ഒരു രോഗി, പുള്ളിക്കാരി പലതരം ഓപ്പറേഷൻസ്, വയറിൻ്റെ വേറെ കാര്യങ്ങൾക്കായിട്ട് ഗൈനക്കോളജി സംബന്ധമായ പല ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് എത്തിയതാണ്. അത് 1.5 വർഷമായിട്ട് ചോദിച്ചു വരുമ്പോൾ വയറിൻ്റെ പുറത്ത് ഭയങ്കര വേദന. അപ്പം MRI ചെയ്തു, CT എല്ലാം ചെയ്തു, എല്ലാ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസും നടത്തി, വേറെ ഒന്നുമില്ല കുഴപ്പം. അപ്പോൾ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പുള്ളിക്കാരിക്ക് പോകേണ്ടി വന്നു. അവിടെയെല്ലാം വളരെ വിഷമകരമായ ഒരു രീതിയിൽ ഒരു റെസ്പോൺസാണ് കിട്ടുന്നത്. കാര്യം ഒബ്വിയസ്ലി വേറെ ഒന്നും കാണുന്നില്ല, ഇമേജ് ചെയ്ത് എക്സ്റേയിൽ ഒന്നും കാണുന്നില്ല, MRI ചെയ്തിട്ടൊന്നുമില്ല. അവസാനം വീട്ടുകാർ പറഞ്ഞു തുടങ്ങി, ഇത് നിൻ്റെ തോന്നലാണ് എന്ന്. അപ്പം ആ രോഗിയും അന്ന് എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞതാണ്, ഡോക്ടറെ ഇതെൻ്റെ തോന്നലാണെന്ന് പറഞ്ഞപ്പോൾ മാത്രം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല, അതുവരെ ഞാൻ പിടിച്ചു നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പെയിൻ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അറിയാം അത് എന്താണ് എക്സാക്ട്ലി കാരണമുണ്ടാകാമെന്നുള്ളത്. നമ്മൾ പറയും അബ്ഡോമിനൽ ക്യൂട്ടേനിയസ് നെർവ് എൻട്രാപ്മെൻറ്റ് സിൻഡ്രോം എന്നൊക്കെ വലിയ മെഡിക്കൽ രീതിയിലുള്ള ടേംസ് ഉണ്ട്. കാര്യമൊന്നുമില്ല, നമ്മൾ ശരീരത്തിൽ എന്തെങ്കിലും ക്ഷതമുണ്ടാകുമ്പോൾ അവിടെ ആ ഞരമ്പുകൾക്ക് ക്ഷതമുണ്ടായിട്ട് അത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഭിത്തികളിലുണ്ടായിരുന്ന ഞരമ്പുകൾ പിടിച്ചിട്ടുണ്ടാകുന്ന തീവ്രമായ വേദനയാണ് ഈ ഒരു സ്ഥിതിവിശേഷം ഈ രോഗിയിൽ കണ്ടത്. അപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് ഉടനെ മനസ്സിലായി, നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ ഒരു ഇഞ്ചക്ഷൻ രൂപേണയും ഒക്കെ നൽകി അതിനെ റിലീസ് ചെയ്ത് വിട്ടു. 1, 2, 3 സിറ്റിങ്ങിൽ അത് തീർന്നു. പുള്ളിക്കാരി വളരെയധികം സന്തോഷത്തോടെ അതായത് 1 വർഷത്തോളം ഓഫീസിൽ പോവാതെ അല്ലെങ്കിൽ വണ്ടിയിലൊന്നും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാണ് പുള്ളിക്കാരി വരുന്നത്. പക്ഷേ ഈ ഒരു സിറ്റിങ്സിലൂടെ നമുക്ക് പഴയ ജീവിതത്തിലേക്ക് ആ രോഗിയെ കൊണ്ടുവരാനായിട്ട്, രോഗി എന്നുള്ള പേര് പോലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റി, വ്യക്തിയെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പലപ്പോഴും കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഡോക്ടേഴ്സിനെ ദയവേത് സമീപിക്കുക, ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡയഗ്നോസിസ് നിങ്ങൾക്ക് ഒരു രീതിയിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.